വിഷമമാവും. നമ്മളെ മോട്ടിവേഷനൊക്കെ നിർത്തിയിട്ട് നമ്മൾ പിന്നെ എടുക്കാതിരിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ മോട്ടിവേഷനോടെ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടില്ലേ നാളെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് നാളായിട്ട് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം പനി പിടിച്ച് കിടപ്പിലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചൊരു വ്ളോഗ് എടുക്കാമെന്ന്. അങ്ങനെ വ്ളോഗ് എടുക്കാൻ വന്നതാണ്. ഞാൻ ആദ്യം ഒരു പ്രോപ്പർട്ടിയൊക്കെ കാണാൻ വന്നത്. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഒരു ഡെറിക്കുണ്ട്. ഡെറിക്കിനെ കാണുമോ? ഇതാണ് ഡെറിക്ക്, ഞങ്ങളുടെ കണ്ടന്റ് ക്രിയേറ്റർ. കൈ വെക്കൂ. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഭയങ്കര പനിയായിരുന്നു എനിക്ക്. 3 ദിവസമായിട്ട് എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട്. ഭയങ്കര പനിയാണ്. ഇപ്പോൾ ഞാൻ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഓഫീസിൻ്റെ തൊട്ടടുത്താട്ടോ. 15 മിനിറ്റ്സേ വരുന്നുള്ളൂ വീട്ടിലോട്ട്. അപ്പോൾ 50 അല്ല 10 മിനിറ്റ്സ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇനി ഫുഡ് കഴിച്ചിട്ട് ഓഫീസിലോട്ട് പോകണം. എന്നെ ലഞ്ചൊന്നും പാക്ക് ചെയ്ത് കൊണ്ടുപോയില്ല, അതാണ് കാര്യം. വീട്ടിലെത്തി അതിന് ഫുഡ് കഴിക്കട്ടെ. ഭയങ്കരമായിട്ട് വിശക്കും. ഫുഡൊക്കെ കഴിച്ച് ഞാൻ തിരിച്ചു വന്നതാണ്. കുറച്ച് ക്ഷീണം. ഉച്ചയാകുമ്പോൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഒരു മൂഡ് ഓഫ് ഉണ്ടല്ലോ, അതാണ്. അത് കഴിഞ്ഞ് എനിക്ക് കുറേ വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് മുമ്പുള്ളൊരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ഉള്ള ക്ഷീണമാണ് നിങ്ങളാ കണ്ടത്. ഉച്ച കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്കും മറ്റേ ഒരു ഡള്ളാണ്. ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ആണെന്ന് തോന്നുന്നു. ഒരു ഡൾ വർക്കിംഗ് ഇതാണ്. അബുദാബിയിൽ നിന്ന് ദുബായിലോട്ട് മാറിയപ്പോൾ ആദ്യത്തെ കുറച്ച് നാളൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ എല്ലാവരുമായിട്ട് സെറ്റായി, ഫ്രണ്ട്സായി, ഓഫീസ് കൊളീഗ്സായി, എല്ലാവരുമായി. നമ്മുടെ പിന്നെ കുറേ ഫ്രണ്ട്സ് ദുബായിൽ തന്നെ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. എല്ലാവരുമായിട്ടും സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ റെസ്റ്റൊക്കെ എടുത്തു. അത്രയും റെസ്റ്റൊക്കെ മതി. ഇനിയും വർക്കിലോട്ട് കിടക്കാമെന്ന് കരുതി. വർക്കിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബി പോലെ ഞാൻ കരുതുന്നതാണ്. അങ്ങനെ ഇന്നത്തെ വർക്കെല്ലാം കഴിഞ്ഞു. 7 മണിയായി. എൻ്റെ ടൈമിങ് 10 to 7 ആണ്. അപ്പോൾ 7 ആയി. 7 അല്ല കേട്ടോ, കുറച്ച് 7:30 ഒക്കെ ആയി. അപ്പോൾ ഞാനിനി ഇറങ്ങാൻ പോവാണ്. ആനന്ദ് വന്നിട്ടില്ല. ആനന്ദിന് വേറൊരു ക്ലൈൻറ്റ് മീറ്റിംഗ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്താ കാണിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. കുറേ നാളിന് ശേഷം വ്ളോഗ് എടുക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി പോകാനുള്ള പരിപാടിയിലോട്ട് നോക്കട്ടെ. ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങുക. ലിഫ്റ്റ് കാത്ത് നിൽക്കുകയാണ്. കൊളീഗ്സൊക്കെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ കൊളീഗ്സിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാത്തിക്കാട്ടോ. അവർ വരുന്നതും കാത്ത് നിൽക്കുക. അതുകൊണ്ട് എൻ്റെ ബാക്കിൽ നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ട്സ് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുക. എനിക്ക് ഞാൻ പറഞ്ഞില്ല, കുറച്ച് ദിവസമായിട്ട് പനിയൊക്കെ ആയിരുന്നു. ഒട്ടും വയ്യായിരുന്നു. 2-3 ഡേയ്സായിട്ട്. ഇന്ന് ഞാൻ ഓഫീസിലൊന്ന് സെറ്റായത്. ഇത് അഭിനയിക്കുന്നതല്ല, യഥാർത്ഥത്തിൽ എനിക്ക് കുറേ സംസാരിക്കുമ്പോൾ തൊണ്ട ഒരു ചെറിയ പിടുത്തം വരുന്നു. അപ്പം അതാണ്. ജോലിയായി ഒന്ന് കയറിയതിന് ശേഷം ഒന്ന് സെറ്റാവാൻ കുറച്ച് ടൈം എടുത്തു. അതുകൊണ്ടാണ് എനിക്ക് വ്ളോഗ്സ് ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആവുക, വല്ലതും കഴിക്കുക, കിടക്കുക. ഇതൊക്കെയാണ് ആഫ്റ്റർ വർക്കുള്ളത്. നാളെ സാറ്റർഡേ ആണ്. സാറ്റർഡേ അല്ലായിരുന്നെങ്കിൽ, നാളെ സൺഡേ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എൻജോയ്മെൻറ്റ്, കുറച്ചുകൂടെ ടൈമൊക്കെ ഇരുന്ന് ഞങ്ങൾ ഫിലിമൊക്കെ ഇരുന്ന് കണ്ടേനെ. ഇനി എനിക്ക് ഒത്തിരി ജോലികളുണ്ട്. അതാണ്ട് എൻ്റെ തുണിയൊക്കെ ഉണക്കാനിട്ടേക്കുന്ന എടുക്കണം, പാത്രങ്ങൾ എടുക്കണം, ഒന്ന് ടച്ചപ്പ് ചെയ്യണം, റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. നിങ്ങൾക്ക് ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഒന്ന് കാണിച്ചു തരാം. കേട്ടോ, ബാൽക്കണിയിൽ നിന്ന് വരുന്ന വ്യൂ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പോയി ഫ്രഷ് ആവണം, പിന്നെ ഫുഡ് കഴിക്കണം. അപ്പോൾ പരിപാടികളൊക്കെ ചെയ്യട്ടെ. ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ പറഞ്ഞില്ല, വ്ളോഗ് എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ എന്താ പറയുന്നത്, നമുക്കങ്ങനെ അത്ര വ്യൂസ് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. നമ്മളെ മോട്ടിവേഷനൊക്കെ നിർത്തിയിട്ട് നമ്മൾ പിന്നെ എടുക്കാതിരിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ മോട്ടിവേഷനോടെ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടില്ലേ നാളെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇതിലെത്തിയിട്ടാണ് ഞാൻ ആലോചിച്ചു നമ്മളൊരു സാധനം പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്യരുത്. ട്രൈ എന്നല്ലേ ഹാർഡ്. നിങ്ങളും അങ്ങനെ ഞാൻ പറയുന്നത് വെച്ചാൽ പെട്ടെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിരുന്നു. കാരണം യൂട്യൂബിൽ നിന്ന് നമുക്കങ്ങനെ വ്യൂസൊന്നും കിട്ടാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ നിർത്താമെന്നുള്ള രീതിയിലാണ്. പക്ഷെ ഞാൻ പിന്നെ വിചാരിച്ചു വേണ്ട, എന്താ പറയുക, നമുക്ക് പറ്റുന്നത്ര നമുക്ക് ചെയ്യാം, ബാക്കിയെല്ലാം നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ പോയി
കുളിച്ച് ഫ്രഷായി അടുത്ത പരിപാടികളൊക്കെ നോക്കട്ടെ. ഓകെ ഇങ്ങോട്ട് വരുന്നു. ബിരിയാണി വെച്ചതാണ്. Sometimes there's